ആ ഒരു മട്ട് കണ്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടിയിൽ മിസ്സിങ് ഉണ്ടായിരുന്നോ? അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടോടാ? ബ്രേക്കും മുഴുവൻ ചെക്ക് ചെയ്തതിന് 800 രൂപ. പിന്നെ അത് കേബിൾ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നീറ്റാണ്. നമ്മുടെ അകത്തേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ടാന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു ഇതുണ്ടോ, ബാക്കിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നീറ്റായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 വീലും അഴിച്ചിട്ടുണ്ട് ഓൾറെഡി. 4 വീലും അഴിച്ച് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഒരു വീട് കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു നാനോ കിടപ്പുണ്ട് കേട്ടോ. ഇതൊരു പഴയ നാനോയാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാനോയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ വണ്ടി സർവീസിന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടി ഇടിച്ച് കിടപ്പുണ്ട്, വാട്ടർ സർവീസ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പുറത്തെ വീലാണ് കേട്ടോ. അപ്പുറത്തെ വീൽ അഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പുറത്തെ വീൽ അഴിച്ചുകൊണ്ടിരിക്കുക. ആ ബ്രേക്ക് പാഡിൻ്റെ ഒത്തിരി അഴിഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഇപ്പുറത്തെ വീലിൽ ഡ്രം ഇട്ട് കഴിഞ്ഞു. പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പയ്യനത് ട്രൈ ചെയ്യേണ്ടിരിക്കും. ഇത്തിരി സ്മൂത്തായിട്ടുണ്ട്. പിന്നെ ബാക്കിലെ വീലും അതുപോലെ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ബാക്കിലെ വീലിൻ്റെ കേട്ടോ. വീലിൻ്റെ അപ്പുറത്തെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറെന്തോ സാധനമൊക്കെ ഊരിപ്പോകുന്നു. ബ്രേക്ക് പാഡ് കുഴപ്പമില്ലല്ലോ ചേട്ടാ? കുഴപ്പമില്ല. ഇത് ലീക്കുള്ളത് പോലും ലീക്കാണോ? അത് അല്ല, ലീക്കല്ല. ഞാനത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തത് കേട്ടോ. ആ സോഫ്റ്റ്വെയർ ഞാൻ എഡിറ്റിങ്ങിന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് എടുത്തിട്ട്. കല്യാണവർക്കൊക്കെ ചെയ്യില്ലേ? അപ്പോൾ അതിന് വേണ്ടി കല്യാണവർക്ക് അതിലേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതും അതിൻ്റെ അകത്തിട്ട് ചെയ്യും. ഫോണിന് സപ്പോർട്ട് ചെയ്യുന്ന വേറെയാണ്. ഈ നാനോടെ നമുക്ക് എന്താണെന്ന് ചോദിക്കാം. അവിടെ ഈ നാനോക്ക് എന്ത് പറ്റിയാണോ? പമ്പ് അതിൻ്റെ പെട്രോൾ ഊറ്റുകയാണ് അവിടെ. ഈ നാനോടെ ഇവിടെയാണ് പെട്രോൾ പമ്പ്, അല്ല ഈ ടാങ്ക് ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഊറ്റിക്കൊണ്ടിരിക്കുക പെട്രോൾ. ഒരു പമ്പ് കംപ്ലൈൻ്റ്, ഒത്തിരി ഡാമേജ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. മറ്റേ നാനോനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം
സ്ക്രാപ്പായിട്ടുള്ളൊരു നാനോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ അടിയിൽ ആ ഒരു മട്ട് കണ്ടോ, അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടിയിൽ മിസ്സിങ് ഉണ്ടായിരുന്നോ? മിസ്സിങ് ഉണ്ട്. അതപ്പോൾ ഊറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും കേട്ടോ, അത് തുരുമ്പെടുത്തിട്ട് ടാങ്ക് തുരുമ്പെടുത്തിട്ടാണ് ഈ ഒരു. അപ്പോൾ അതിൻ്റെ പെട്രോൾ മൊത്തം ഊറ്റി എടുത്തിരിക്കുകയാണ്. പുതിയ ടാങ്ക് വെക്കേണ്ടി വരുമോ? ക്ലീൻ ചെയ്യുവാണ് കേട്ടോ, അത് ക്ലീൻ ചെയ്യുവാണ്. ഓൾറെഡി ഇതിന് ഫുള്ളായിട്ട് വരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡും ബ്രേക്കിൻ്റെത് മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക്. ഞാനോർത്ത് മിക്കവാറും വാട്ടർ സർവീസും ഓയിൽ ചേഞ്ചിങ്ങും എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് വേണമെന്ന്. പക്ഷെ അതൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. രാജുവേ അപ്പുറം ബ്രേക്ക് മാത്രമേ ഉള്ളല്ലേ? ഓയിൽ ചേഞ്ചിങ് ഫിൽറ്റർ ഒന്നും മാറുന്നില്ല. ഓൾറെഡി നമ്മളിത് ചേഞ്ച് എത്ര രൂപ വരും ഏകദേശം ഈ ബ്രേക്ക് ചെക്ക് ചെയ്യുന്നതിന്? 4 വീലും എന്തെങ്കിലും മാറണമെങ്കിൽ പേരുണ്ട്. ഇതിപ്പോൾ എത്ര ആയിട്ടുണ്ടാവും ഇത് ചെക്ക് ചെയ്തതിന്? ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇട്ടതിന് 300 രൂപ 800 രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ, വേറെ വാട്ടർ ഇതൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു ബ്രേക്ക് പാഡിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഒരു 800 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നാനോടെയൊക്കെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്ത് ഇതേപോലെ ക്ലീൻ ചെയ്തിടാൻ കേട്ടോ. അതുപോലെ നമ്മൾ ഇതിൻ്റെതും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബുട്ടിക്കൊണ്ടിരിക്കുക. കിളമ്പൂർ എത്തി നോക്കട്ടെ. അപ്പോൾ വീലെല്ലാം 4 വിട്ട് കേട്ടോ. ഓൾമോസ്റ്റ് 600-800 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് പാഡൊക്കെ നമ്മുടെ നാനോടെയൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ വീൽ ബ്രേക്ക് പാഡൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിന് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അലൈൻമെൻറ്റ് കൂടി ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടോടാ? പിന്നെന്താണ്? ഓ, ക്ലച്ച് കേബിൾ ഇതിൻ്റെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. ഓ, ഈ ഒരൊറ്റ കേബിളല്ലേ? ഈ ഒരൊറ്റ കേബിളാണ് അങ്ങനെ പോകുന്നത്. ആ ക്ലച്ച് കേബിൾ കൂടി മാറുന്നുണ്ട്. ഊരി വിട്ടിരിക്കണോ? ഓക്കെ. പുതിയത് ഇത് ഓൾമോസ്റ്റ് എത്ര രൂപ വരും? 800 രൂപ കേട്ടോ. ക്ലച്ച് കേബിളല്ലേ? നമ്മുടെ ബാക്കിൽ ഇവിടുന്നാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് ക്ലച്ചിൻ്റെ ആപ്ലിക്കേഷൻ. നോക്കാം.
ഓക്കെ. അപ്പോൾ ഇത് വീണ് കേട്ടോ. പുതിയതാണോ ക്ലാമ്പൊക്കെ പുതിയതാണ്. ഇങ്ങനെ വരും. ബാക്കിൽ വന്നു. ഇപ്പോൾ താഴത്ത് പോയി കേട്ടോ. താഴത്ത് നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പയ്യൻ താഴത്തേക്ക് പോയിരിക്കും. ഇവിടെ ലോക്ക് ചെയ്താടാ? ആ ഇല്ല, അടിയിലല്ലോ. ആണോ? അപ്പം അടിയിലേക്ക് അടി വന്നാൽ കാണാൻ പറ്റുമോടാ? ആ ഇപ്പുറത്ത് തന്നെ കാണാം. ഞാനവിടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പമ്പ് വെള്ളം പിന്നെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഓയിൽ ലീക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇവിടെ 2 സ്ക്രൂ ആയിക്കൊണ്ടോ ഇത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ സംഭവം ചെയ്തെടുത്തിരിക്കട്ടെ. നമുക്ക് നോക്കാം ബാക്കി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ സെറ്റ് ചെയ്ത് കേട്ടോ. അതാണ് ക്ലച്ചിൻ്റെ മൊത്തം ഇവിടുന്ന് കേബിൾ വന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ക്ലച്ചും പിന്നെ ബ്രേക്ക് പാഡിൻ്റെയും സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വണ്ടിക്ക്. ഓൾമോസ്റ്റ് നമ്മുടെ ഇതിനും ബ്രേക്കും മുഴുവൻ ചെക്ക് ചെയ്തതിന് 800 രൂപ. പിന്നെ അത് കേബിളിന് 800. അപ്പോൾ ഏറ്റവും 16 ഒരു 1600 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്ത് കേട്ടോ. ക്ലച്ചും നമ്മുടെ ബ്രേക്കിൻ്റെതും മൊത്തം 4 വീലും എല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഏതെങ്കിലും ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ, ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ വണ്ടിയുടേതും ഓരോ പാർട്ടായിട്ട് ചെയ്യാം. ഇത് ഒരു വണ്ടി പുറത്തേക്ക് പോകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത് എൻ്റെ വണ്ടിയാണ്. വേറൊരു വണ്ടി വാഷിങ്ങിന് പോവുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.